സ്വാഗതം. എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. കാശീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നാളെ നമ്മുടെ കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ജൂൺ 19 അല്ലേ കാശു? യെസ്, നാളെ കാശുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നാളെ കാശുക്കുട്ടൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, നമ്മുടെ വായനാ ദിനമാണ്, റീഡിംഗ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഓൾറെഡി കാശൂട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോ പിന്നെ നാളെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ നമ്മൾ റീഡിംഗ് ഡേയുടെ ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് നാളെ റീഡിംഗ് ഡേയുടെ ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോക്കും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കരുതി റീഡിംഗ് ഡേയുടെ പറ്റിയിട്ടുള്ളൊരു ഇൻട്രോ ഇന്ന് നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ബാക്കി വീഡിയോസ് നാളെ എടുക്കുന്നതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ നൈറ്റ് ഇൻട്രോ എടുക്കുന്നതല്ലേ കാശു? വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ നേരെ ഇൻട്രോ എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അതിലെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ടുള്ളൊരു കവിതയാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റേത് അല്ലേ? വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, പക്ഷേ വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും അല്ലേ? അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പെട്ടെന്ന് എന്തോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിത എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതാണ് ഞാനിവിടെ അത് മെൻഷൻ ചെയ്തത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ വായിക്കുന്ന ഒരു വ്യക്തിയല്ല. പകരം എനിക്ക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കവിതയെക്കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അതിനെല്ലാം ഗൂഗിളിൽ നോക്കും. പിന്നെ അല്ലെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ വോയിസ് ഓഡിയോ ഉണ്ടോ നോക്കും. അങ്ങനെയൊക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് കൂടുതലും വായിക്കുന്നതിനെക്കാട്ടി എനിക്ക് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ, നാളെ മോൻ്റെ സ്കൂളിൽ എനിക്കൊരു ബുക്ക് കൊടുക്കണമെന്നുണ്ട്. അവിടത്തേക്ക് നമ്മുടെ അവിടെ ഒരു ചെറിയൊരു ലൈബ്രറി പോലെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് എനിക്കൊരു ബുക്ക് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ആ ബുക്ക് ഞാൻ കൊടുക്കുന്നത് ആരെയെന്ന് വെച്ചാൽ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുധീർ സാറിൻ്റെ ഒരു ബുക്കാണ് ഞാൻ അവിടെ കൊടുക്കാനായിട്ട് ഇപ്രാവശ്യം സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ എത്ര ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. എൻ്റെ ഡൈനിങ് ടേബിളിൽ ജസ്റ്റ് ഒന്ന് ഫോൺ ചാരിയൊക്കെ വെച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക്. മോനെ നാളെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ബുക്കിൻ്റെ പേര് ഓർമ്മച്ചൂരെന്നാണ്. ഈ ബുക്ക് എഴുതിയേക്കുന്നത് ഞങ്ങളുടെ സാറാണ് കേട്ടോ. സുധീർ സരോവരം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഗ്രേഡ് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആറ്റിങ്ങൽ ഫയർ സ്റ്റേഷനിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഞങ്ങളുടെ ഒരു ടീമുണ്ട്, ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ തന്നെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ആണ്. അപ്പോൾ പക്ഷേ എൻ്റെ സ്റ്റേഷൻ പരിധി വരുന്നത് വെഞ്ഞാറമൂടാണ്. ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ വരുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് വെഞ്ഞാറമൂട് ഫയർ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ വോളണ്ടിയർ ആണ്. പക്ഷേ നമ്മുടെ ഡ്യൂട്ടിയുടെ എന്തെങ്കിലും ഭാഗമായിട്ട് നമ്മുടെ മറ്റ് സ്റ്റേഷനിലും ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. അത്തരത്തിലാണ് ആറ്റിങ്ങിൽ പോയപ്പോഴത്തേക്കാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ നല്ലൊരു സാർ എന്നതിലുപരി അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ് എന്ന് മനസ്സിലായത് അവിടെ ചെന്നതിന് ശേഷമാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഞങ്ങളോട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇങ്ങനെ അദ്ദേഹം പ്രകാശനം ചെയ്യാൻ പോകുന്നുണ്ട്, എല്ലാവരും എത്തണം, അതിൽ പങ്കെടുക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കത് ഒത്തിരി സന്തോഷമായിരുന്നു. പക്ഷേ അന്ന് പുസ്തക പ്രകാശനത്തിന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിന് ഹോസ്പിറ്റൽ കേസായിട്ട് അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ എനിക്ക് ബുക്ക് വേണം, ഒന്നല്ല 2 ബുക്ക് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നായിരുന്നു. അപ്പോൾ അത്തരത്തിലേക്കുള്ള സന്തോഷങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നാളെ ഞാൻ മോൻ്റെ പ്രിൻസിപ്പാളിന് ജീനു നാഥ് എന്നാണ് മാമിൻ്റെ പേര്, മാമിന് ഞാൻ നാളെ കൊടുക്കും. രാവിലെ ഒരു 10-10:30 ആകുമ്പോൾ എന്തായാലും സ്കൂളിലേക്ക് പോകും. കാരണം മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നാളെ അവിടെ ഒരു മോൻ്റെ ക്ലാസ്സിലൊരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും കൂടിയുണ്ട്. അപ്പോൾ ആ ടൈമിൽ പോകുമ്പോൾ മോനും മാമും കൂടെ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ഈ ബുക്ക് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കാശിക്കുട്ടിയുടെ സ്കൂളിൽ കൊണ്ടുപോയി മോൻ്റെ പ്രിൻസിപ്പാളിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാം സന്തോഷപൂർവ്വം ബുക്ക് വാങ്ങി വായിച്ചിട്ട് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ മോൻ്റെ സ്കൂളിൽ നിന്ന് അവിടെ ഒരു ലൈബ്രറിയിൽ കുട്ടികളെ എല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയും കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്.